Hi friends, welcome back to our channel. I am Ranji from YK Sound Academy. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അടുത്ത പ്രോഡക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു മൈക്കാണ്. ലെവിറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റാണ് LCT 540 Pro. അതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മൈക്ക് നമ്മൾ മേടിച്ചത് നമ്മുടെ സ്റ്റുഡൻറ്റ് പ്രസാദ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി മേടിച്ച ഒരു എക്യുപ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പുള്ളിയുടെ പെർമിഷനോടെ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. നമുക്ക് നോക്കാം ഈ ഒരു മൈക്ക് എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഈ മൈക്കിൻ്റെ കൂടെ എന്തൊക്കെയാണ് വരുന്നത്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാം. ഈ ഒരു മൈക്കിൻ്റെ ക്വാളിറ്റിയും അത് എത്രമാത്രം പ്രീമിയം ആണ് എന്ന് നിങ്ങൾക്ക് ഈ ബോക്സ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതൊരു ഒരു ഫ്ലൈറ്റ് കേസാണ്, ഒരു ഹെവി ഡ്യൂട്ടി ബോക്സിൻ്റെ ഉള്ളിലാണ് മൈക്രോഫോൺ. അപ്പോൾ അത്ര സേഫ് ആയിട്ടാണ് ഈ ഒരു മൈക്രോഫോൺ ഈ കമ്പനി അതിൻ്റെ ഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൈക്കിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമുക്ക് നോക്കാം ഈ ബോക്സിനുള്ളിൽ എന്തൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കേസ് എന്ന് പറയുന്നത്. ഇതൊരു പക്ക ഹെവി പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. നല്ല സ്ട്രോങ് ആയിട്ടൊരു കേസാണ്. നമുക്ക് കൂടിയ മൈക്രോഫോൺ നിങ്ങളിപ്പോൾ മേടിക്കുകയാണ്, കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള മൈക്രോഫോൺസ് മേടിക്കുകയാണെങ്കിൽ മിക്ക മൈക്രോഫോൺസിനൊപ്പം ഇങ്ങനെ ഒരു കേസ് വരും. കുറച്ചുകൂടി കുറഞ്ഞ മൈക്രോഫോൺസ് ആണെങ്കിൽ അതിൻ്റെ കൂടെ അങ്ങനെ വരാറില്ല. പക്ഷേ ഇത് അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള മൈക്രോഫോണാണ്. നമുക്ക് തുറന്നു നോക്കാം ഈ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് നമുക്ക് നോക്കാം. ഫുൾ ഒരു സ്പോഞ്ചിൻ്റെ ഒരു മെറ്റീരിയലാണ്. മാക്സിമം സേഫ്റ്റി ഒരു മൈക്കിന് കിട്ടാൻ വേണ്ടി. പിന്നെ നമുക്ക് ഇതിനെ കൂടെ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് യൂസർ മാനുവൽ അവർ തന്നിട്ടുണ്ട്, 2-3 ലാംഗ്വേജിൽ തന്നിട്ടുണ്ട്. ഈ മൈക്കിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ്, അതിനെ കാര്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാം. പിന്നെ ഇതിൻ്റെ വാറൻറ്റിയുടെ തന്നിട്ടുണ്ട്. ഈ ഒരു മൈക്കിന് 3 years വാറൻറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടും. പിന്നെ നമുക്ക് ഉള്ളത് നമ്മൾ നേരത്തെ നമ്മൾ ഹോം സ്റ്റുഡിയോയ്ക്ക് വേണ്ടി ഇതിൻ്റെ ഒരു കുറഞ്ഞ വേരിയൻ്റാണ് മേടിച്ചത്. LCT 240 Pro ആണ് നമ്മൾ മേടിച്ചത്. ഇത് 540 ആണ്. അപ്പോൾ സെയിം ആ ലെതറിൻ്റെ ഒരു കവർ പൗച്ച് പോലെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കേസിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മൈക്കിൻ്റെ കൂടെ അതിന് ഷോക്ക് മൗണ്ട് അവർ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഷോക്ക് മൗണ്ട് നിങ്ങൾ എക്സ്ട്രാ മേടിക്കേണ്ടി വരില്ല. അതിനെ കൂടെ ഒരു ചെറിയൊരു പോപ്പ് ഫിൽറ്റർ പോലെ ഒരു സംഭവം തന്നിട്ടുണ്ട്. നമ്മുടെ ആ മൈക്കിലുണ്ടായിരുന്നു, LCT 240 പിന്നെ ഇത് അതിനെ മൈക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓരോരോ ഐറ്റം നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഇത് അതിൻ്റെ ഷോക്ക് മൗണ്ടാണ്. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ മേടിക്കേണ്ടി വരില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കറക്റ്റ് ഫിറ്റുള്ള ഒരു ഷോക്ക് മൗണ്ടാണ്, കറക്റ്റ് ഫിറ്റിംഗ് ഉള്ള. കാരണം ഈ ഒരു മൈക്ക് ഒരു സ്ക്വയർ ഡിസൈനാണ്, ഒരു റെക്ടാങ്കിൾ ഡിസൈനാണ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു ഷോക്ക് മൗണ്ട് അവർ ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിനൊപ്പം അവർ പോപ്പ് ഫിൽറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മെറ്റൽ മെഷ് ടൈപ്പ് പോപ്പ് ഫിൽറ്ററാണ്. നോർമലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു റൗണ്ട് പോപ്പ് ഫിൽറ്ററാണ് നോർമലി വരാറ്. അത് നമുക്ക് വേണമെങ്കിൽ വെക്കാം. ബൈ ചാൻസ് ഇതിൽ നമുക്ക് ആ പോപ്പ് സൗണ്ട് ഒന്നും നമുക്ക് കുറച്ച് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു പോപ്പ് ഫിൽറ്ററും വെക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ആ മൈക്കിൻ്റെ മേളിൽ ഇങ്ങനെ പിടിപ്പിക്കാവുന്ന ഒരു പോപ്പ് ഫിൽറ്ററാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ മൈക്രോഫോൺ. ഒരു കവറിനകത്ത് വരുന്നത്, മാക്സിമം ഡസ്റ്റ് ഒന്നും കയറാത്ത രീതിയിൽ. അപ്പോൾ ഇതാണ് മൈക്രോഫോൺ. നമുക്കിത് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് LCT 540 എന്ന് പറഞ്ഞ മൈക്രോഫോൺ. നിങ്ങൾക്കറിയാം 240 നമ്മൾ നേരത്തെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും ഹെവിയാണ് ഈ മൈക്രോഫോൺ. ഫുൾ മെറ്റൽ ബോഡിയാണ്, മെറ്റൽ മെഷാണ്. ഈ ഒരു മോഡൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് സ്ക്രീൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബട്ടൺസും ഉണ്ട്. നമുക്ക് ലോ കട്ട് ചെയ്യാനുള്ള ബട്ടൺസ് ഉണ്ട്. നമുക്ക് ലീനിയർ ആണെങ്കിൽ ലീനിയർ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിരിക്കും. പിന്നെ ഒരു 80 Hz ഒരു ബട്ടൺ ഉണ്ട്, 80 Hz ഒരു ബട്ടൺ ഉണ്ട്. അതുപോലെ 160 Hz ബട്ടൺ പ്രൊവൈഡ് ചെയ്ത് ഇത് കണക്ട് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ലൈറ്റ് ഓൺ ആവുള്ളൂ. ഇവിടെ ലൈറ്റ്സ് ഉണ്ട്. അവരെ LED പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓൺ ചെയ്ത് 48 volts പവർ കൊടുത്തു കഴിഞ്ഞാൽ ഈ മൈക്ക് ഓൺ ആയിക്കോളും. അതുപോലെ ഇവിടെ LED ലൈറ്റും നമുക്ക് കാണിക്കും. പിന്നെ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ പാഡ് സ്വിച്ച് ഉണ്ട്. നമുക്ക് 0 dBയിലും -6 അതുപോലെ -12 ഒരു പാഡിൻ്റെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ബട്ടൺസ് വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൈക്കിൽ മാത്രമേ ഞാനിത് കണ്ടിട്ടുള്ളൂ. ബാക്കി മൈക്സിൽ നോർമലി ഒരു ക്ലിപ്പ് പോലത്തെ ഒരു സ്വിച്ച് ആയിരിക്കും. ഇതിൽ ഒരു ഡിസ്പ്ലേ പോലെയാണ് അവർ തന്നേക്കണത്.
പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് അതുവരെ ബ്രാൻഡിങ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ഭയങ്കര ഹെവി ഒരു മൈക്കാണ്, ബ്ലാക്ക് കളറിൽ നല്ല ഫിനിഷിംഗ് ഉള്ളൊരു മൈക്കാണ്, നല്ല പ്രീമിയം ക്വാളിറ്റി. ആ ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഇത് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. XLR കണക്ഷനാണ്. ഇതൊരു കണ്ടൻസർ മൈക്രോഫോണാണ്, 48 വോൾട്സിൻ്റെ ഫാൻറ്റം പവർ ഇതിന് വേണം ഓൺ ആവണേ. ഈ ഒരു മൈക്രോഫോണിൻ്റെ വേറെ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഇതൊരു കാർഡിയോയിഡ് മൈക്രോഫോണാണ്. കാർഡിയോയിഡ് എന്ന് പറയുന്നത് ഫ്രണ്ട് സൈഡിൽ മാത്രം ക്യാപ്ചർ ചെയ്യുന്ന ഒരു മോഡലാണ്. മിക്കയൊരു സ്റ്റുഡിയോയിൽ യൂസ് ചെയ്യുന്ന മൈക്രോഫോൺസ് കാർഡിയോയിഡ് ആയിരിക്കും, അത് ഫ്രണ്ട് സൈഡിൽ മാത്രമായിരിക്കും അതിൻ്റെ ക്യാപ്ചറിങ്. അപ്പോൾ ഇതും കാർഡിയോയിഡ് മൈക്രോഫോണാണ്. ഇതിൻ്റെ ഡൈനാമിക് റേഞ്ച് എന്ന് പറയുന്നത് 132 dB ആണ്. അതുപോലെ മാക്സിമം SPL എന്ന് പറയുന്നത് 136 dB ആണ്. അപ്പോൾ അത്രയും മാത്രം ലെവൽ ഇതിന് താങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡിസ്റ്റോർട്ട് ആവില്ല. പിന്നെ ഇതിൻ്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ 90 dB ആണ്. 90 dB എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഡീസൻറ്റ് മൈക്സ് എന്ന് പറഞ്ഞ ഒരു റേഞ്ചാണ്. ഇപ്പോൾ ഒരു എല്ലാ മൈക്കിനും അതിൻ്റെ സെൽഫ് നോയ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു നോയ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു മൈക്കിന് വളരെ കുറവാണ്. അപ്പോൾ അത്ര ക്ലീൻ സൗണ്ട് നമുക്ക് ഇതിന് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇതിൻ്റെ കണക്ഷൻ XLR ആണ്. ഈ പിൻസ് എന്ന് പറയുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആണ്, അതുകൊണ്ട് റസ്റ്റ് ചെയ്യില്ല. അതുപോലെ അങ്ങനെ കംപ്ലയിൻറ്റ് വരാൻ വളരെ ചാൻസ് കുറവാണ്, കാരണം എത്ര പ്രീമിയം ആയിട്ടുള്ള മൈക്രോഫോൺ ആയതുകൊണ്ട് അതിനുള്ള ക്വാളിറ്റി അവർ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതായിരുന്നു LEWITT LCT 540 എന്ന് പറഞ്ഞ മോഡൽ മൈക്രോഫോൺ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ തിരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ഇനി നമുക്ക് പ്രോഡക്റ്റ്സ് കുറച്ചുകൂടി അൺബോക്സ് ചെയ്യാനുണ്ട്, നമ്മൾ അടുത്ത വീഡിയോയിൽ അത് കാണിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊക്കെ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മോണിറ്റർ സ്പീക്കേഴ്സിനെ കുറിച്ചാണ്. നമുക്ക് മോണിറ്റർ സ്പീക്കർ ഒരു കിഡിലൊരു മോണിറ്റർ സ്പീക്കർ നമുക്ക് അൺബോക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. Till then,